നമസ്കാരം പ്രിയരെ, ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോ കഥ ആരംഭിക്കാം. കുന്നേൽ കിഴക്കതിൽ അലിയാര് കാക്കയുടെയും സുബൈദ ബീവിയുടെയും 4 ആൺമക്കളിൽ മൂന്നാമത്തവനായിരുന്നു നൌഷാദ്. അവൻ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പാസ്സായി ഗൾഫിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചേട്ടന്മാർ 2 പേരും ഗൾഫിലാണ്. അവർ വിവാഹമൊക്കെ കഴിച്ച് 2 ഇടത്തായി മാറി താമസിക്കുന്നു. നൌഷാദിന് പിന്നെ ഒരു അനിയനുണ്ട്, നാസിം. അവൻ പഠിക്കുവാണ്. നൌഷാദിന് വയസ്സ് 25ആയി. കല്യാണാലോചനകളും നടക്കുന്നുണ്ട്. അങ്ങനെയാണ് കൊച്ചാലമ്മൂടന്റെ മകൾ നസറത്തിന്റെ വിവാഹാലോചന അവന് വന്നത്. പക്ഷേ വീട്ടിലെല്ലാവർക്കും ആ ആലോചനയിൽ താല്പര്യമില്ലായിരുന്നു. പെൺകുട്ടി അവന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതായിരുന്നു, സമപ്രായം. നസറത്തിനെ വിവാഹം കഴിക്കുന്നതിൽ നൌഷാദിന് വലിയ താല്പര്യമായിരുന്നു. അവളെ തന്നെ മതിയെന്ന് നൌഷാദ് വീട്ടിൽ നിർബന്ധം പിടിച്ചു. കാരണം അവൾ സത്യത്തിൽ അടിപൊളി ഒരു പീസായിരുന്നു. പക്ഷേ അവനെ അവളിലേക്ക് കൂടുതലായി അടുപ്പിച്ചത് അവളുടെ ഗ്ലാമറിനേക്കാൾ കൂടുതൽ അവളുടെ സ്വത്തിലായിരുന്നു. ഇടക്കുളങ്ങരയിലുള്ള പാരമ്പര്യമായ ഒരുപാട് സ്വത്തുവകകളുള്ള ഒരു കുടുംബത്തിലെ പെണ്ണായിരുന്നു അവൾ. ഏക്കർ കണക്കിന് വസ്തുക്കളും റോഡ് സൈഡിൽ 7-8 മുറി കടകളും ഇതെല്ലാം അവൾക്കുള്ളതായിരുന്നു. അവളുടെ വാപ്പ ഷെംസ് വക്കീൽ ആ നാട്ടിലെ വലിയ ധനാട്യനായിരുന്നു. ഇട്ടുമൂടാനുള്ള സമ്പത്തും അതിലുപരി ഏറെ സൗന്ദര്യവുമുള്ള അവളെ അവൻ നിക്കാഹ് ചെയ്യാൻ വാശി പിടിച്ചതിൽ ആരും അത്ഭുതപ്പെടാനില്ല. ഒടുവിൽ നൌഷാദിന്റെ നിർബന്ധപ്രകാരം അവരുടെ നിക്കാഹിന് അവന്റെ വീട്ടുകാർക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ വലിയ ആർഭാടപൂർവം തന്നെ ഇടക്കുളങ്ങരയിലുള്ള വന്ദന ഓഡിറ്റോറിയത്തിൽ വെച്ച് അവരുടെ നിക്കാഹ് കഴിഞ്ഞു. പണത്തിന്റെ അഹങ്കാരമൊന്നും പെണ്ണുവീട്ടുകാർക്കില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി വലിയ മോഡേൺ ആയിരുന്നു, സ്വഭാവത്തിലും കാഴ്ചപ്പാടിലുമെല്ലാം. നസറത്തിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള ഒരു സൂപ്പർ ഐറ്റം. ആര് കണ്ടാലും തിരിഞ്ഞു നിന്നൊന്ന് നോക്കും. നൌഷാദിന്റെ അനിയൻ നസീമാണ് ആ വീട്ടിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണി. നൌഷാദിന്റെ നിക്കാഹൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അവന് വിസയും റെഡിയായി. ചേട്ടന്മാരാണ് വിസ റെഡിയാക്കിയത്. നിക്കാഹ് കഴിഞ്ഞ ഉടൻ വിസ റെഡിയാക്കിയാൽ അവൻ വരുത്തില്ലെന്നറിയാവുന്നത് കൊണ്ട് അക്കൂട്ടത്തിൽ അവന്റെ കെട്ടിയവൾ നസറത്തിന് കൂടി ഒരു വിസ ഒപ്പിച്ചു. അങ്ങനെ അവർ 2 പേരും കൂടി ഗൾഫിലേക്ക് പറന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. വർഷത്തിൽ 1-2 തവണ 2 പേരും കൂടി നാട്ടിൽ വരും. ഓരോ വരവിനും ചേട്ടത്തി കൂടുതൽ ഗ്ലാമർ ആയിരിക്കുന്നു, നസീം ഓർത്തു. നിക്കാഹ് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും അവർക്ക് ഇതേവരെ കുട്ടികളൊന്നും ആയില്ല. ആരുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ല. അവർക്ക് പെട്ടെന്ന് കുട്ടികൾ വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. അത് അനിയനോട് നസറത്ത് ഒരിക്കൽ പറഞ്ഞതാണ്. അവർ തമ്മിൽ ഭയങ്കര സോഷ്യലായിരുന്നു. ചേട്ടത്തി ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ അനിയൻ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. നസീമായിരുന്നു അവളെ അവരുടെ വീട്ടിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അത് അവൾക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടൊക്കെ അവൾക്ക് അവനോട് ഭയങ്കര കാര്യമായിരുന്നു. ഇടയ്ക്ക് ചേട്ടനില്ലാത്തപ്പോൾ ടൗണിൽ അവളെ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ അവനെ വിളിക്കുമായിരുന്നു നസറത്ത്. അപ്പോൾ അവനും ഡ്രസ്സും മറ്റുള്ളതും ഒക്കെ മേടിച്ചു കൊടുക്കും. ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു അവളുടെ കയ്യിൽ. നസറത്തിനെ ഒന്ന് കാണാൻ വേണ്ടി നസീമിന്റെ കൂട്ടുകാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നൌഷാദ് പഴയ കൂട്ടുകാരുമായി ഭയങ്കര കറക്കമാണ്. അവസാനം അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ അനിയന്റെ കാല് പിടിക്കണം. അവനും അത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. മാത്രമല്ല അവന് വലിയ ലാഭവുമായിരുന്നു അത്. ആവശ്യത്തിന് കാശും പിന്നെ അടിപൊളി ഒരു പീസിനെയും കൊണ്ട് നടക്കുമ്പോഴുള്ള ഒരു ഗമയും വേറെ. അവന്റെ 2-3 കൂട്ടുകാരുണ്ട്. അവനിങ്ങനെ ചേട്ടത്തിയും കൊണ്ട് നടക്കുമ്പോൾ അവന്മാർക്ക് കടിയിളകും. ചേട്ടത്തി അവന്മാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നൊക്കെ പറയും. പക്ഷേ അവന്മാരുടെ സ്വഭാവം നസീമിന് അറിയാമല്ലോ. അതുകൊണ്ട് അവനങ്ങനെ ആരെയും വീട്ടിലേക്ക് അടുപ്പിക്കാറില്ല. നസറത്ത് വീട്ടിലുള്ള സമയം നോക്കി അവന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോഴേക്കും അവൻ എന്തെങ്കിലും തട്ടാമുട്ടി പറഞ്ഞ് അവരെ ഒഴിവാക്കും. എന്നാൽ നസറത്തിനാണെങ്കിൽ അവന്റെ കൂട്ടുകാരായതുകൊണ്ട് അവരെ സൽക്കരിക്കാൻ നല്ല ഇൻട്രസ്റ്റും കാണിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി നസീം തന്റെ മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ സിനിമ കാണുമ്പോഴായിരുന്നു ജനലിന് മുകളിൽ വെച്ച ഹെഡ്ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാതെ കൈതട്ടി സൺഷെയ്ഡിലേക്ക് വീണത്. അവനത് എടുക്കാൻ വേണ്ടി മുകളിലത്തെ കോറിഡോർ വഴി സൺഷെയ്ഡിൽ ഇറങ്ങി. പതിയെ ജനലിൽ തല തട്ടാതിരിക്കാൻ കുനിഞ്ഞുകൊണ്ട് നടന്നു. അവൻ ചേട്ടനും ചേട്ടത്തിയും കിടക്കുന്ന മുറിയുടെ നേരെയുള്ള ജനലിനടുത്തെത്തി. അപ്പോൾ അവരുടെ മുറിയിൽ ലൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ സമയം ഏകദേശം രാത്രി 1 മണിയായി കാണും.
അവരുടെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ അവന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. അവൻ പതിയെ ജനലിന്റെ വെന്റിലേഷനിലൂടെ നോക്കി. അവിടെ കണ്ട കാഴ്ച അവൻ ഞെട്ടിപ്പോയി. നൗഷാദ് അവിടെ ഇരുന്ന് ആപ്പിൾ കഴിക്കുകയായിരുന്നു. ഒരാപ്പിൾ അവൻ കടിച്ചു തിന്നുന്നു, വേറൊരാപ്പിൾ അവന്റെ വലത്തെ കയ്യിലിരിക്കുന്നു. ചേട്ടത്തിയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് വലിയൊരു നേന്ത്രപ്പഴം കഴിക്കുന്നു. ചേട്ടത്തി വലിയ ആർത്തിയോടെയാണ് അത് കഴിക്കുന്നത്. എന്നാൽ ഇക്ക വലിയ രസത്തോടെയല്ല ആപ്പിൾ കഴിക്കുന്നതെന്ന് അവന് തോന്നി. ഇക്കായുടെ ആ കഴിക്കൽ ചേട്ടത്തിയുടെ മുഖത്തൊരു നിരാശ നെള്ളിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവർ സിനിമയും കാണുന്നുണ്ടായിരുന്നു. ചേട്ടത്തിക്ക് സിനിമയും കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അനിയനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ കുറച്ചുനേരം അങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം ഹെഡ്സെറ്റും എടുത്തുകൊണ്ട് അവന്റെ മുറിയിലേക്ക് പോയി. അവന് കൊടുക്കാതെ അവർ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിൽ അവന് ചെറിയൊരു വിഷമം ഇല്ലാതില്ല. അവിടെ നോക്കേണ്ടിയിരുന്നില്ല എന്നവന് തോന്നി. പിറ്റേന്ന് രാവിലെ കാപ്പി കുടിക്കാൻ ഡൈനിങ് ടേബിളിൽ എല്ലാവരും കൂടി ഒത്തുകൂടി. ചേട്ടനും ചേട്ടത്തിയും ഉമ്മിച്ചായും ഉണ്ടായിരുന്നു അവന്റെ കൂടെ കാപ്പി കുടിക്കാൻ. അവൻ ചേട്ടത്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവന് തലേന്ന് മുറിയിൽ കണ്ട ചേട്ടത്തിയായിരുന്നു ഓർമ്മ വന്നത്. പക്ഷേ ചേട്ടത്തിയുടെ മുഖത്തിന് ഒരു തെളിച്ചവുമില്ലായിരുന്നു. ഇന്നലത്തെ സംഭവമായിരിക്കും എന്നവൻ കരുതി. അല്പം കഴിഞ്ഞ് ചേട്ടത്തി അവനെ ഒന്ന് നോക്കി. എന്തു പറ്റിയെന്ന് അവൻ ആംഗ്യഭാഷയിൽ ചോദിച്ചു. ഒന്നുമില്ല എന്നവൾ കണ്ണിറുക്കി കാണിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചേട്ടത്തി അവനെ നോക്കി. പാതിരാത്രി കഴിഞ്ഞ സമയം നേന്ത്രക്കായ കഴിക്കുന്ന ചേട്ടത്തെയാണ് അവന് ഓർമ്മ വന്നത്. കാപ്പികുടിയെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ ഇക്കായുടെ കൂട്ടുകാരൻ ഹരിലാൽ അങ്ങോട്ട് വന്നു. രണ്ടുപേരും കൂടി എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആ സമയം അവനും ചേട്ടത്തിയും കൂടി ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹരിലാൽ അങ്ങോട്ട് കയറി വന്നത്. രണ്ടുപേരും പരസ്പരം നോക്കിയെന്ന് ചിരിച്ചു. എന്നിട്ട് ചേട്ടത്തിയോട് ചോദിച്ചു, നൗഷാദ് എന്തിയേ? അപ്പുറത്തെ മുറിയിലുണ്ട്. അതും പറഞ്ഞ് ചേട്ടനെ വിളിക്കാനായിട്ട് ചേട്ടത്തി എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. നിങ്ങൾ ദിവസവും ഇക്കായേം കൂട്ടി ഇങ്ങനെ കറങ്ങിക്കോ കേട്ടോ. ഇവിടെ ഒരു പാവം കെട്ടിയോളുള്ള കാര്യം ഒന്നും അങ്ങേർക്ക് ഓർമ്മയില്ല, ചേട്ടത്തി പറഞ്ഞു. ഹരിലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വെറുതെയാ. അവൻ എപ്പോഴും നസ്രത്തിന്റെ കാര്യം പറയാനേ സമയമുള്ളൂ. അത് കേട്ടവൾ പുച്ഛത്തോടെ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ചേട്ടനും ചേട്ടത്തിയും കൂടി ഹാളിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഇക്ക ഹരിലാൽ ചേട്ടനുമായി പുറത്തേക്ക് പോയി. ചേട്ടത്തി അനിയനെയും വിളിച്ച് ബെഡ്റൂമിൽ ചെന്നു. ചേട്ടത്തിയുടെ ഫോൺ എടുത്ത് ലൂഡോ കളിക്കാമെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി ബെഡിലിരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷമാണ് ചേട്ടത്തിയുടെ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടത്. അത്രയ്ക്ക് ആവേശമായിരുന്നു ചേട്ടത്തിക്ക് ലൂഡോ കളിക്കുമ്പോൾ. അടുക്കളയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് ഉമ്മിച്ച വിളിച്ചപ്പോഴാണ് അവർ കളി നിർത്തിയത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ചേട്ടനും ചേട്ടത്തിയും തിരികെ ഗൾഫിലേക്ക് പോകാറായി. അവനാകെ മൂഡ് ഓഫ് ആയി. ചേട്ടത്തി വീട്ടിലുണ്ടായിരുന്നപ്പോൾ എപ്പോഴും ഒരു ഉത്സവമായിരുന്നു. പുറത്തുപോക്കും സിനിമ കാണലും ഷോപ്പിങ്ങും അങ്ങനെ എല്ലാം ചേട്ടത്തിയുടെ ചെലവിൽ അടിച്ചു പൊളിച്ച് നടന്നത് പെട്ടെന്നില്ലാതായപ്പോൾ ഒരു വിഷമം പോലെ തോന്നിയവന്. പക്ഷേ ആ വിഷമം ഏറെക്കാലം സഹിക്കേണ്ടി വന്നില്ല. ചേട്ടത്തിയുടെ വിസയ്ക്ക് എന്തോ പ്രോബ്ലം. ചേട്ടത്തിയുടെ വിസ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചേട്ടത്തി വീണ്ടും തിരികെ വീട്ടിലെത്തി. ഇനി ഗൾഫിലേക്ക് പോകണമെങ്കിൽ ഒരു 5-6 മാസമെങ്കിലും എടുക്കും. നാട്ടിൽ വന്നിട്ട് 7-8 ദിവസം ചേട്ടത്തി അവരുടെ വീട്ടിലായിരുന്നു. തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ചേട്ടത്തിയുമായിട്ട് വീണ്ടും അടിപൊളി ജീവിതം ആരംഭിച്ചു. ഒരു ദിവസം രണ്ടുപേരും കൂടി ടൗണിൽ പോകാൻ വേണ്ടി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ചേട്ടത്തി ഒരു ടൈറ്റ് പർദ്ദയാണ് ഇട്ടിരുന്നത്. ചേട്ടത്തി അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്നു. ബൈക്ക് മുന്നോട്ട് പോയി. അവൻ ഊടുവഴികളിലൂടെ ബൈക്ക് ഓടിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഓരോ വട്ടം ബൈക്കിന്റെ ബ്രേക്ക് ചവിട്ടുമ്പോഴും ചേട്ടത്തി അവന്റെ പുറത്തു വന്ന് ടച്ച് ചെയ്യുന്നത് അവനൊരു ഹരമായി തോന്നി. അവൾക്കും കാര്യങ്ങൾ മനസ്സിലായി. അവൻ നിക്കാഹ് കഴിയാത്ത പയ്യനല്ലേ, അവനും ചെറുതായിട്ടൊന്ന് സൂഹിക്കട്ടെ, അവളും മനസ്സിൽ കരുതി. അതിനായി അവൾ കുറച്ചുകൂടി ചേർന്നിരുന്നു കൊടുത്തു. ചേട്ടത്തി മനഃപൂർവ്വമാണെന്ന് അവനും മനസ്സിലായി. പോയ വഴിയിൽ തണ്ണിമത്തൻ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു, ഡാ നിനക്ക് തണ്ണിമത്തൻ വേണോടാ? അവൻ മൂളി. അവൾ അവന്റെ ചെവിയോട് ചേർന്നിരുന്ന് പതുക്കെ പറഞ്ഞു, രാത്രിയാകട്ടെ തരാം. അവൻ അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ ടൗണിൽ പോയിട്ട് തിരിച്ചു വീട്ടിലെത്തി. എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയാകാൻ വേണ്ടി അവൻ കാത്തുകാത്തിരുന്നു.